ഒരു കോൺവെർസേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തിനാണ് ഇതെല്ലാം അവരോട് പറഞ്ഞത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ പേഴ്സണലായ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം അത് പറയേണ്ടായിരുന്നില്ല എന്ന് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടോ? പറയുന്ന സമയത്ത് നല്ലൊരു കണക്ഷൻ ഫീൽ ചെയ്യുമെങ്കിലും പിന്നീട് വളരെ എക്സ്പോസ്ഡ് ആയ പോലെയും ഡ്രെയിൻഡ് ആയ പോലെയും ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്കും ഓവർ ഷെയറിങ് കാരണമാവാം. നമ്മളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എല്ലാവരും അറിയുന്നതിലല്ല, മറിച്ച് സൈലൻസ് ആൻഡ് ഒബ്സർവേഷൻ നന്നായി മാസ്റ്റർ ചെയ്യുന്നതിലാണ് നമ്മുടെ റിയൽ പവർ ഇരിക്കുന്നത്. ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ബിക്കോസ് എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ ഷെയർ ചെയ്യുന്നത്, അത് നമ്മളെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, എങ്ങനെ ഓവർ ഷെയറിങ് നിർത്താം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ വൈ ഡു വി ഓവർ ഷെയർ? ഒരുപാട് എന്തൊക്കെയോ സംസാരിക്കുന്നത് മാത്രമാണോ ഓവർ ഷെയറിങ്? ആക്ച്വലി അതിന് വേറെയും ഒരുപാട് ഡീപ്പായ കാരണങ്ങളുണ്ട്. അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കിയാലോ. അതിലൊന്നാമത്തേത് ദ ഡിസയർ ഫോർ വാലിഡേഷൻ ആണ്. എത്രയൊക്കെ നമ്മൾ അറ്റൻഷൻ സീക്കേഴ്സ് അല്ല എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ മറ്റുള്ളവർ കേൾക്കാൻ, മറ്റുള്ളവർ നമ്മളെ വാല്യൂ ചെയ്യാൻ, മറ്റുള്ളവരുടെ അപ്രൂവൽ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. സോ ആളുകൾ നമ്മളെ നന്നായി മനസ്സിലാക്കണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ ഓവർ ഷെയർ ചെയ്തേക്കാം. നമ്പർ 2, ഫീലിംഗ് ഓക്വേർഡ് സൈലൻസ്. പലർക്കും സൈലൻസ് വളരെയധികം ഓക്വേർഡ്നെസ് തരുന്ന ഒന്നാണ്, വളരെ അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലർ വെറുതെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും പറയാൻ പാടില്ലാത്ത പലതും പറഞ്ഞു പോകും. മൂന്നാമത്തേത് ആൻസൈറ്റി ആൻഡ് നെർവസ് എനർജിയാണ്. ചിലർ വളരെ ആൻഷ്യസ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ സംസാരിക്കും. കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും എന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ബട്ട് ആക്ച്വലി ഓപ്പോസിറ്റ് എഫക്റ്റ് ആണ് ഉണ്ടാവുക. നാലാമത്തേത് ലാക്ക് ഓഫ് ബൗണ്ടറീസ് ആണ്. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആയ കാര്യങ്ങൾക്ക് ഇടയിൽ ഒരു വര വരയ്ക്കാൻ, അത് സെപ്പറേറ്റ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടും ചിലർ ഓവർ ഷെയർ ചെയ്യും. അഞ്ചാമത്തേത് ഡിജിറ്റൽ ഇൻഫ്ലുവൻസ്. സോഷ്യൽ മീഡിയ ഹാസ് നോർമലൈസ്ഡ് ഓവർ ഷെയറിങ്. പേഴ്സണൽ സ്ട്രഗിൾസ്, ഡെയിലി റൂട്ടീൻസ്, അങ്ങനെ എല്ലാം ആളുകൾ ഷെയർ ചെയ്യുകയാണ്. ആൻഡ് ഇതെല്ലാം കാണുന്നതും പറയുന്നതും നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായതുപോലെയാണ് ഇപ്പോൾ. ഇൻറ്റിമസിയുടെയും എക്സ്പോഷറിൻ്റെയും ഇടയിൽ ആളുകൾക്ക് വേർതിരിക്കാൻ കഴിയാത്തൊരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് തുറന്നാൽ നമ്മൾ കാണുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ ഷെയർ ചെയ്യുമ്പോൾ ഒരു റിലീഫ് നമുക്ക് കിട്ടുമെങ്കിലും റിഗ്രറ്റ് ആൻഡ് വൾണറബിലിറ്റി എല്ലാം അവശേഷിച്ചുകൊണ്ടാണ് അത് പോവുക. ചിലപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്സ് ഡാമേജ് ആവാൻ പോലും ഓവർ ഷെയറിങ് കാരണമാവും. ദ കോസ്റ്റ് ഓഫ് ഓവർ ഷെയറിങ്. ഒരുപാട് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് നമ്മളുടെ പ്രൈവസി മാത്രമല്ല, നമ്മളുടെ പവർ കൂടിയാണ്. എല്ലാവരും നമ്മളെക്കുറിച്ച് എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് നത്തിങ് ലെഫ്റ്റ് ടു ഡിസ്കവർ. നമ്മുടെ ഇന്നർ വേൾഡ്, ഇന്നർ പീസ് ഒന്നും എല്ലാവരും ഡിസേർവ് ചെയ്യുന്ന ഒന്നല്ല. വേർഡ്സ് ക്യാൻ ബി ട്വിസ്റ്റഡ്, ജഡ്ജ്ഡ് ഓർ യൂസ്ഡ് അഗെയിൻസ്റ്റ് യു. യു ഡ്രെയിൻ യുവർ എനർജി. എക്സസീവായിട്ട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഫോക്കസ് ഇല്ലാതാക്കാനും മെൻ്റലി എക്സ്ഹോസ്റ്റഡ് ആക്കാനും ഇടയാക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ ഇമ്പാക്റ്റ് ആണ് കുറയുന്നത്. ദ മോർ യു സേ, ദ ലെസ് വെയ്റ്റ് യുവർ വേർഡ്സ് ക്യാരി. സൈലൻസ് വെൻ യൂസ്ഡ് വൈസ്ലി മേക്സ് യുവർ സ്പീച്ച് ഷാർപ്പർ ആൻഡ് മോർ മെമ്മറബിൾ. റിമെമ്പർ, ഒരുപാട് സംസാരിക്കുന്ന ആളുകളല്ല പവർഫുൾ. ദേ ആർ ദോസ് ഹു നോ വെൻ ടു സ്പീക്ക് ആൻഡ് വെൻ ടു സ്റ്റേ സൈലൻറ്റ്. അതായത് എപ്പോൾ സംസാരിക്കണം, എപ്പോൾ മിണ്ടാതിരിക്കണം എന്ന് ശരിക്കും അറിയാവുന്നവരാണ് യഥാർത്ഥത്തിൽ പവർഫുൾ. ദ സൈലൻറ്റ് ഒബ്സർവർ. വൈ സൈലൻസ് ഈസ് പവർഫുൾ? ലെറ്റ്സ് ഫ്ലിപ്പ് ദ സ്ക്രിപ്റ്റ്. ഓവർ ഷെയറിങ് ചെയ്യുന്നതിന് പകരം സൈലൻറ്റ് ഒബ്സർവേഷൻ പ്രാക്ടീസ് ചെയ്താൽ എങ്ങനെയുണ്ടാവും? ബീയിങ് സൈലൻറ്റ് ഡസൻറ്റ് മീൻ ബീയിങ് വീക്ക് ഓർ ഇൻവിസിബിൾ. സൈലൻസ് നിങ്ങളെ വീക്കാക്കുകയല്ല ചെയ്യുന്നത്. ഇറ്റ് മീൻസ് യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ എനർജി, യുവർ വേർഡ്സ് ആൻഡ് യുവർ അറ്റൻഷൻ. എന്തുകൊണ്ടാണ് സൈലൻസ് നിങ്ങളെ പവർഫുൾ ആക്കും എന്ന് പറയുന്നത്? അതിലൊന്നാമത്തെ റീസൺ, സൈലൻസ് ബിൽഡ്സ് മിസ്റ്ററി എന്നതാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എല്ലാം റിവീൽ ചെയ്യാതിരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് ക്യൂരിയസ് ആയിരിക്കും. സോ യുവർ സൈലൻസ് ഇൻവൈറ്റ്സ് റെസ്പെക്റ്റ്. രണ്ടാമത്തത്, ഒബ്സർവേഷൻ ഗിവ്സ് യു ഇൻസൈറ്റ്. നമ്മൾ സംസാരം കുറയ്ക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ, ലിസണിങ് കൂടുന്നു. ബാക്കിയുള്ളവർ വിട്ടുപോകുന്ന പലതും നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. ലൈക്ക് ബോഡി ലാംഗ്വേജ്, ടോൺ, ഇമോഷൻസ്, ഹിഡൻ മോട്ടീവ്സ് എക്സെട്ര. ആൻഡ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് വളരെ വലുതായിരിക്കും. മൂന്നാമത്തേത്, സെൽഫ് കൺട്രോൾ ഈസ് മാഗ്നറ്റിക്. സംസാരിക്കാൻ ധൃതി കാണിക്കാത്തവരെ ആളുകൾ അഡ്മയർ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? കാം പ്രസൻസ് ഈസ് ഓഫൻ മോർ ഇൻഫ്ലുവൻഷ്യൽ ദാൻ കോൺസ്റ്റൻറ്റ് ചാറ്റർ. നമ്പർ 4, സൈലൻസ് പ്രൊട്ടക്ട്സ് എനർജി. നിങ്ങളുടെ മെൻ്റൽ പീസ് സംരക്ഷിക്കാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മെത്തേഡ്സ് ആണ് ഓവർ ഷെയറിങ് സ്റ്റോപ്പ് ചെയ്യുന്നത്. എന്ത് ഷെയർ ചെയ്യണം, എന്തൊക്കെ പ്രൈവറ്റ് ആക്കി വെക്കണം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. പ്രാക്ടിക്കൽ വേസ് ടു സ്റ്റോപ്പ് ഓവർ ഷെയറിങ്. സോ ഇനി നമുക്ക് ഓവർ ഷെയറിങ് കുറച്ച് ഒബ്സർവേഷൻ കൂട്ടാനുള്ള കുറച്ച് വഴികൾ നോക്കിയാലോ. വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്ന കുറച്ച് ടിപ്സാണ് നമ്മളിവിടെ പറയുന്നത്. നമ്പർ 1,
പോസ് ബിഫോർ സ്പീക്കിംഗ്. സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് പോസ് ചെയ്യുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് മതി. എന്നിട്ട് സ്വയം ചോദിക്കുക, ഡസ് ദിസ് ആഡ് വാല്യൂ ഓർ ആം ഐ ജസ്റ്റ് ഫില്ലിംഗ് സ്പേസ്? ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും വാല്യുബിൾ ആയിട്ടുള്ളൊരു കാര്യമാണോ അതോ വെറുതെ നേരം പോക്കിന് പറയാണോ? ഈ ചെറിയ പോസ് അൺനെസസറി ആയ ഒരുപാട് കാര്യങ്ങൾ ഫിൽറ്റർ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കും. നമ്പർ 2, റീഡിഫൈൻ സൈലൻസ്. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, സൈലൻസ് ഇസ്ൻറ്റ് ഓക്വേർഡ്, ഇറ്റ്സ് പവർഫുൾ. മറ്റുള്ളവരുടെ കൂടെ സൈലൻ്റ് ആയിട്ടിരിക്കാൻ പ്രാക്ടീസ് ചെയ്യുക. നോട്ടീസ് ഹൗ ദ എനർജി ഷിഫ്റ്റ്സ് വെൻ യു ആർ നോട്ട് റഷിംഗ് ടു സ്പീക്ക്. നമ്പർ 3, ജേർണൽ ഇൻസ്റ്റെഡ് ഓഫ് ഓവർ ഷെയറിങ്. അതെ, പിന്നെ ജേർണലിംഗ് തന്നെ. പലപ്പോഴും ഓവർ ഷെയറിങ് ചെയ്യുന്നത് നമ്മളുടെ ഇമോഷൻസ് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മറ്റു ആളുകളിൽ ഡംപ് ചെയ്യുന്നതിന് പകരം ഒരു പേപ്പറിലേക്ക് ഡംപ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ സേഫായിട്ടും അതേസമയം ഓവർ ഷെയർ ചെയ്യാതെ തന്നെ നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കും. നമ്പർ 4, സെറ്റ് പേഴ്സണൽ ബൗണ്ടറീസ്. ഒരു മെൻ്റൽ ലിസ്റ്റ് ഉണ്ടാക്കുക. വാട്ട് ആർ പ്രൈവറ്റ്, വാട്ട്സ് സേഫ് ടു ഷെയർ. എന്തൊക്കെ പ്രൈവറ്റ് ആക്കണം ആൻഡ് എന്തൊക്കെ എനിക്ക് ഷെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഫാമിലി സ്ട്രഗിൾസ്, ഫൈനാൻസസ്, നമ്മളുടെ ഡ്രീംസ്, ഇതെല്ലാം പ്രൈവറ്റ് ആക്കേണ്ടതാണ്. അതേസമയം നമ്മുടെ ഹോബീസ്, ജനറൽ ഒപ്പീനിയൻസ്, ലൈഫിൽ നടന്ന തമാശകൾ, ലൈറ്റ് സ്റ്റോറീസ്, ഇതൊക്കെ പറയാനായിട്ട് സേഫാണ്. നമ്പർ 5, ലേൺ ദ പവർ ഓഫ് ലിസണിങ്. അടുത്ത തവണ ഓവർ ഷെയർ ചെയ്യാനുള്ള ത്വര ഉണ്ടാകുമ്പോൾ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാം. ആസ്ക് ക്വസ്റ്റ്യൻസ്, ലിസൺ ആക്റ്റീവ്ലി. ആളുകൾക്ക് അവരെ മറ്റുള്ളവർ കേൾക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. സോ നിങ്ങൾ കൂടുതലായിട്ട് മറ്റുള്ളവർക്ക് പറയാനുള്ളത് കേൾക്കുക. ഐറോണിക്കലി യു വിൽ ബി റിമെമ്പേർഡ് ആസ് ആൻ എക്സലൻറ്റ് കോൺവെർസേഷണലിസ്റ്റ്, ഈവൻ നിങ്ങൾ വളരെ കുറച്ചേ സംസാരിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിലും. ആൻഡ് നമ്പർ 6, പ്രാക്ടീസ് മിനിമൽ റെസ്പോൺസസ്. എല്ലാ ചോദ്യങ്ങൾക്കും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഉത്തരം പറയേണ്ട കാര്യം ഇല്ല. സംടൈംസ് യെസ്, നോ or a simple smile is enough. അത് മതി. Keep it short and powerful. And number 7, build self-confidence. ഓവർ ഷെയറിങ് ചിലപ്പോൾ ഇൻസെക്യൂരിറ്റിയുടെ ഒരു സൈൻ കൂടിയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യം വരുന്നില്ല. കോൺഫിഡൻസ് allows you to say less and mean more. The transformation, why it's worth it. നിങ്ങൾ ഓവർ ഷെയറിങ് നിർത്തി സൈലൻസ് എംബ്രേസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ യു വിൽ ഫീൽ ലൈറ്റർ ബിക്കോസ് യുവർ എനർജി ഇസ് ഇൻ സ്കാറ്റേർഡ്. മെൻ്റലി നിങ്ങൾക്ക് ഭാരം കുറച്ച് കുറയും. യു വിൽ ബിക്കം റെസ്പെക്റ്റഡ് ബിക്കോസ് പീപ്പിൾ സെൻസ് ബൗണ്ടറീസ് ആൻഡ് സ്ട്രെങ്ത്. ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. യു വിൽ ഗെയിൻ ക്ലാരിറ്റി ബിക്കോസ് ഒബ്സർവേഷൻ റിവീൽസ് ട്രൂത്ത്സ് വേർഡ്സ് ഓഫൻ ഹൈഡ്. നിങ്ങളുടെ ക്ലാരിറ്റി കൂടും. യു വിൽ അട്രാക്ട് ബെറ്റർ റിലേഷൻഷിപ്സ് ബിൽറ്റ് ഓൺ ട്രസ്റ്റ് ആൻഡ് ഡെപ്ത്, നോട്ട് നോയ്സ് ആൻഡ് എക്സ്പോഷർ. നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാകാനായിട്ട് പറ്റും. ജോലിസ്ഥലത്താകുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രഗിൾസിനെ കുറിച്ചോ വീക്കെൻഡ് പ്ലാനിനെ കുറിച്ചോ പറയേണ്ടതില്ല. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. പീപ്പിൾ വിൽ റെസ്പെക്ട് യുവർ പ്രൊഫഷണലിസം. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. എല്ലാ ഇമോഷൻസും വിശദീകരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഏറ്റവും ട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന കൂട്ടുകാരോട് വളരെ ജെന്യുവൻ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോസ്റ്റിംഗ് ഏറ്റവും പ്രാക്ടിക്കൽ ആവുന്നത് സോഷ്യൽ മീഡിയ കാര്യത്തിലാണ്. പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് സ്വയം ചോദിക്കുക, ആം ഐ ഷെയറിംഗ് ദിസ് ഫോർ വാല്യൂ ഓർ ജസ്റ്റ് ഫോർ വാലിഡേഷൻ? ഇനി ഒരു കോൺഫ്ലിക്റ്റ് ഫേസ് ചെയ്യുകയാണെങ്കിൽ കൂടി ഏറ്റവും സ്മാർട്ടസ്റ്റ് മൂവ് അത് സൈലൻസ് തന്നെയാണ്. ആ സമയത്തെ ഇമോഷൻസിൻ്റെ പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയോ. ഇനി ഇതിനെല്ലാം പുറമെ യു വിൽ എക്സ്പീരിയൻസ് ഇന്നർ പീസ് ബിക്കോസ് ദ ലെസ് യു റിവീൽ ദ മോർ യു പ്രൊട്ടക്ട് യുവർ സീക്രട്ട് സ്പേസ്. നിങ്ങളെക്കുറിച്ചുള്ള എല്ലാം ഈ ലോകത്തോട് വിളിച്ച് പറയേണ്ട കാര്യം ഇല്ല. നിങ്ങളുടെ ചിന്തകളും വേദനകളും സ്വപ്നങ്ങളും നിങ്ങളുടേത് മാത്രമാണ്. അതിലേക്ക് എല്ലാവർക്കും ആക്സസ് കൊടുക്കേണ്ടതില്ല. ലേൺ ടു ലെറ്റ് സൈലൻസ് ഡൂ ദ ടോക്കിംഗ്. സ്പീക്ക് ലെസ് ബട്ട് വെൻ യു ഡു ലെറ്റ് യുവർ വേർഡ്സ് ക്യാരി വെയ്റ്റ്. അടുത്തതാണോ ഓവർ ഷെയർ ചെയ്യാൻ തോന്നുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക ആൻഡ് ചൂസ് സൈലൻസ് ബിക്കോസ് സംടൈംസ് സൈലൻസ് ഇസ് ഇൻ എംപ്റ്റി, ഇറ്റ്സ് ഫുൾ ഓഫ് ആൻസേഴ്സ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. വീഡിയോ എല്ലാവർക്കും യൂസ് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.